ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ ജി കെയുടെ SSC-CGL-ൻ്റെ ടയർ 1-ൻ്റെ ജി കെയുടെ ഒരു 50 ദിവസത്തെ ലാസ്റ്റ് 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ റെഡി ആയിട്ടുണ്ട്. ഓരോ ദിവസത്തിലും നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കണം, ഏതൊക്കെ ഏരിയയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള എൻ്റെ ഭാഗത്തെ ഒരു സജഷനാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി ഒരു സ്റ്റഡി പ്ലാൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുകൂടെ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇല്ല, സ്റ്റഡി പ്ലാൻ ഇല്ലാത്തവരാണ്, എങ്ങനെയാണ് ജി കെ പോകുന്നൊരു അപ്രോച്ച് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ജി കെ എന്ന് പറയുമ്പോൾ ജനറൽ നോളജിൽ വരുന്ന പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് ജി കെ ഈ വിഷയങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് ഇതിൽ വരുന്നുണ്ട്. അതായത് ജനറൽ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ഒരു 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സിനുള്ള സമയം കൂടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്ലസ് ജെ കെയിൽ വരുന്ന ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ, ഇതെല്ലാം കൂടി അടുത്ത 50 ദിവസത്തിൽ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ PDF ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ പറയട്ടെ, അടുത്ത 50 ദിവസത്തിൽ ഇത്രയും കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് പോസിബിൾ ആണോ എന്നുള്ളത്. ഇത് പോസിബിൾ ആണ്, പക്ഷേ ഇത് അല്പം ഹെക്റ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് എത്ര മണിക്കൂർ പഠിക്കണമെന്ന് യൂഷ്വലി ചോദിക്കുന്നവരോട് ഞാൻ പറയും ഒരു 8 അല്ലെങ്കിൽ 9 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഇത് 8-9 മണിക്കൂർ പഠിത്തത്തിൽ ഈ ഒരു റിവിഷൻ പ്ലാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു 12 മണിക്കൂറെങ്കിലും പഠിക്കണം. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ 8-9 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അതൊരു സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ അവസാനത്തെ ഒരു 50 ദിവസം, 2 മാസം 10-12 മണിക്കൂർ പഠിക്കണം എന്നൊരു രീതിയിലാണ് നമ്മൾ പോകാറുള്ളത്. ക്ലാസ്സുകളും ആ രീതിയിലാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ആ 10-12 മണിക്കൂറിൽ നിങ്ങൾക്ക് QAക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. റീസണിങ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. ഇംഗ്ലീഷിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. അതുപോലെ ജനറൽ അവയർനെസ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു 3 to 4 hours നിങ്ങൾ ജി കെക്ക് മാറ്റി വെക്കും എന്ന് ഞാൻ കരുതുന്നു. ഓൺ ആൻ ആവറേജ് ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കും. അത്യാവശ്യം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പല ഏരിയാസും സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ജനറൽ സയൻസിൻ്റെ ഒക്കെ റിവിഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ റിവിഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയം അതിനനുസരിച്ച് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺ ആൻ ആവറേജ് ഈ ഒരു സമയം ഇതിൽ സ്പെൻഡ് ചെയ്യും എന്ന രീതിയിലാണ് ഞാൻ ഈ പ്ലാൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം ഹെക്റ്റിക് ആണെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. ദ പ്ലാൻ ഈസ് എ ബിറ്റ് ഹെക്റ്റിക്, കാരണം ഇത്രയും വിഷയങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്ലാനിൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പണ്ട് 5 year പ്ലാനിൽ ഒരു ബ്രേക്ക് വന്നില്ലേ എന്ന് കരുതി 5 year പ്ലാൻ നിർത്തുകയല്ലേ ചെയ്ത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തില്ല. നിങ്ങൾ അത് തന്നെ ചെയ്യണം. അന്നത്തെ ദിവസം കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസത്തേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പ്ലാൻ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആവും. അപ്പോൾ ഒരു ദിവസം ബ്രേക്ക് വന്നാൽ അത് മാറ്റി വെച്ച് കൊടുക്കുക. അത് ടുവേർഡ്സ് ദ എൻഡ് നമുക്ക് റിവൈസ് ചെയ്യാം. ആ പ്ലാൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു കാര്യം, ജി കെയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ പ്ലാനിൻ്റെ കൂടെ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. മാക്സിമം PYQ സോൾവ് ചെയ്യണം. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകളായിട്ടുള്ളത് RRB നടത്തിയ NTPC ആയിക്കോട്ടെ, RRBയുടെ RPFൻ്റെ SI പരീക്ഷ ആയിക്കോട്ടെ, ആ PYQകൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ KSൻ്റെ പേപ്പറിലെ പ്രധാനപ്പെട്ട GS ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. UPSC പ്രിലിംസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മുടെ എന്താ പറയുക, റിവിഷൻ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രധാനപ്പെട്ട ഏരിയാസിൽ നമുക്ക് എത്രത്തോളം ഓർത്തു വയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇങ്ങനെയുള്ള പരീക്ഷകൾ നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ട്രെൻഡ് കൂടെ നിങ്ങൾക്ക് കിട്ടും, ഏത് ഭാഗത്താണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ PYQ പ്ലസ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങളൂടെ നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ മോക്കുകൾ എടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത 50 ദിവസം ഇതേപോലെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ അഡിക്വേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്, ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ഒരു ദിവസം കംപ്ലീറ്റ് ബ്രേക്ക് എടുക്കുന്ന ഒരു പാറ്റേൺ ഇപ്പോൾ വേണ്ട. യൂഷ്വലി ഞാൻ നിങ്ങളോട് പറയും ഒരു 6 ദിവസം പഠിച്ചാൽ ഒരു ദിവസം ബ്രേക്ക് എടുക്കാം. മോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ആ ഒരു സാധനം നോക്കരുത്. ഇത് നമ്മുടെ അവസാനത്തെ ഫേസാണ്. അപ്പോൾ വലിയൊരു ബ്രേക്ക് എടുക്കാൻ നമുക്കിവിടെ സാധിക്കില്ല. ഒരു കംപ്ലീറ്റ് ഡേ ബ്രേക്ക് എടുക്കരുത്, പക്ഷേ കുറച്ച് മണിക്കൂറുകൾ ബ്രേക്ക് എടുത്ത് നിങ്ങളെ തന്നെ ഒന്ന് റീഎനർജൈസ് ചെയ്യുക. എന്നാലേ നമുക്കിത് സസ്റ്റൈനബിൾ ആയിട്ട് പോവുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പ്ലാൻ നോക്കാം. ഞാൻ ഒരു ദിവസത്തിൽ 3 കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജി കെയിൽ ഒരു പോർഷൻ, ഒന്ന് സയൻസിലൊരു പോർഷൻ, ഒന്ന് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ജി കെ. ഈ 3 കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം സ്റ്റോൺ ഏജ് മുതൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ വരെയുള്ള, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ആ നോട്ട് ഒന്ന് ബ്രീഫ്ലി റിവൈസ് ചെയ്യുക. യെസ് മാറ്റർ എന്ന് പറയുന്ന പോർഷൻ നോക്കാനായിട്ട് ശ്രമിക്കുക.
കറണ്ട് അഫയേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ടാർഗറ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. അത് മതിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ 1 വർഷം 1.5 വർഷമെങ്കിലും നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഓഗസ്റ്റ് 13 മുതലാണ് പരീക്ഷ. അപ്പോൾ ജൂലൈ ആകുമ്പോഴത്തേക്കും അവർ പേപ്പർ സെറ്റ് ആക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഏറിപ്പോയാൽ ജൂലൈ ഫസ്റ്റ് വീക്കിന് അപ്പുറമുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ ആ ജൂലൈ മാസം തൊട്ട് പുറകോട്ടാണ് നമ്മളൊക്കെ ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് സോഴ്സാണോ ഫോളോ ചെയ്യുന്നത് അതേ സോഴ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനുശേഷമായി ഏൻഷ്യൻ ഇന്ത്യ അങ്ങനെ പോകുന്നു. കെമിസ്ട്രിയിലാണെങ്കിലും ആറ്ററിന് ശേഷം സ്ട്രക്ചർ ഓഫ് ആറ്റം, പീരിയോഡിക് ടേബിൾ. അപ്പോൾ ക്ലാസ്സിന് നമ്മൾ സിലബസ് സെറ്റ് ചെയ്തിട്ടുള്ള അതേ ഓർഡറിലാണ് പോകുന്നത്. അങ്ങനെ ഏൻഷ്യൻ ഇന്ത്യ ഒരു സൈഡിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ GK അടുത്ത പോർഷൻ എടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച മുഴുവൻ നിങ്ങൾ നോക്കേണ്ട എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഞാൻ വീണ്ടും പറയാണ്, കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ടിരുന്ന് വായിക്കാനുള്ള ഒരു സമയമല്ല ഇത്, റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് അവസാനത്തേക്ക് മാറ്റി വെച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ ജൂലൈ മുതൽ പുറകോട്ടുള്ളത് വായിക്കുക. 1.5 വർഷം വായിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. എത്ര പറ്റുമോ അത്ര വായിക്കുക. കറണ്ട് അഫയേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഏൻഷ്യൻ ഇന്ത്യൻ ആർക്കിടെക്ചർ കൂടെ കഴിയുമ്പോൾ ഒരു ആദ്യത്തെ 7-8 ദിവസം കഴിയുമ്പോഴത്തേക്കും ഏൻഷ്യൻ ഇന്ത്യ എന്നുള്ള പോർഷൻ അവിടെ കഴിയും. അടുത്ത് നമ്മൾ ഇന്ത്യൻ പോളിറ്റി തുടങ്ങും. ഒറിജിൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ തുടങ്ങി പ്രിയാമ്പിളിലേക്ക് പോകും, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ആ ഒരു ഓർഡറിൽ പോകും. ആ ഒരാഴ്ച കറണ്ട് അഫയേഴ്സിന്റെ പോർഷന് പകരം നമ്മൾ സ്റ്റാറ്റിക് GK ആയിരിക്കും നോക്കുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിക് GK എന്ന് പറയുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഫെസ്റ്റിവൽസ്, ഫോക്ക് ഡാൻസസ്, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസസ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മുടെ കെമിസ്ട്രിയുടെ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. കെമിസ്ട്രിയുടെ പോർഷൻസ് കണ്ടിന്യൂ ചെയ്യും അടുത്ത ആഴ്ച. ഇപ്പം ഞാനിത് വരച്ച് വൃത്തികേടാക്കുന്നില്ല, ഞാൻ ഇതേ പ്ലാൻ നിങ്ങൾക്ക് തരാം, ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. ഇതിൽ കെമിസ്ട്രി നിങ്ങൾ ഓൾറെഡി ഓക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾക്ക് മറ്റൊന്ന് ആഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ബയോളജിയിലേക്ക് വരുവാണ്, കെമിസ്ട്രി കഴിഞ്ഞ് നമ്മൾ ബയോളജിയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങളുടെ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം മാറ്റിയിട്ട് എന്താണോ ഇവിടെ ആവശ്യമുള്ളത് നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് മാറ്റാം. ഇത് അതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ആ രീതിയിൽ ഇതിനെ ഫോളോ ചെയ്യാം. നിങ്ങളെ കവർ ചെയ്യേണ്ട ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും ഞാൻ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുക. സ്റ്റാറ്റിക് GKയുടെ ആഴ്ച കഴിഞ്ഞ് വീണ്ടും കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. പോളിറ്റി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പോളിറ്റി അത്യാവശ്യം ഒരു ബേസ് ഏരിയ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റാറ്റ്യൂട്ടറി, എക്സിക്യൂട്ടീവ് ബോഡീസൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജിയോഗ്രഫിയുടെ ഫണ്ടമെന്റൽസ് തുടങ്ങും. യൂണിവേഴ്സ് ആൻഡ് ദ സോളാർ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ കൂടെ പാരലലി ബയോളജി കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ആ ഒരാഴ്ച സ്റ്റാറ്റിക് GKയ്ക്ക് പകരം കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. അപ്പോൾ 3 to 4 hours നമുക്കിതിന് ആവശ്യമാണ്. ഇഫ് യു ആർ ബിഗിനർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം കണ്ടന്റ് കയ്യിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 3 to 4 hours നമുക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും 4 മണിക്കൂർ GK മാത്രം പഠിക്കണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ 90% കൂടുതൽ മാർക്ക് നമുക്ക് വേണം. അപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരാം. അതിനനുസരിച്ച് ചില ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അത് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പോൾ ഓൾറെഡി റീസണിങ്ങിൻ്റെ പ്ലാൻ അരുൺ ബാലമാഷ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ പ്ലാൻ എനിക്ക് തോന്നുന്നു അശ്വിൻ മാഷ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് എവിടെയാണോ മാറ്റം വരുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഉറപ്പായിട്ടും ഇതിലെ 100-ൽ 100 ഏരിയാസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ അങ്ങനെ അമിതമായിട്ട് വാശി പിടിക്കുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ആണ്. പക്ഷേ ഇനിയുള്ള 50 ദിവസത്തിൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി പോസിബിൾ. അങ്ങനെയുള്ളൊരു കേസിൽ മാക്സിമം കവർ ചെയ്ത് പോവുക എന്ന് മാത്രമേ നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. എല്ലാം കവർ ചെയ്തില്ലെങ്കിൽ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ജോഗ്രഫി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ, ഡ്രെയിനേജ് സിസ്റ്റം. ആ ആഴ്ച കറണ്ട് അഫയേഴ്സ് മാറ്റി വെച്ച് നമ്മൾ വീണ്ടും സ്റ്റാറ്റിക് GK ആണ്. അപ്പോൾ സ്റ്റാറ്റിക് GKയ്ക്കും കറണ്ട് അഫയേഴ്സും ഞാൻ ഈക്വൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പലരും നമ്മുടെ ഗ്രൂപ്പിൽ പോകുന്ന ഡെയിലി ടാർഗറ്റിൽ ഓൾറെഡി പോയിട്ടുള്ള സ്റ്റാറ്റിക് GK ടാർഗറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറണ്ട് അഫയേഴ്സിലേക്ക് ഫോക്കസ് കൊടുക്കാം. അപ്പോൾ 4 ആഴ്ചയിൽ 2 ആഴ്ച ഒരു 20 ചില്ലാനം ദിവസം ഞാൻ സ്റ്റാറ്റിക് GKയ്ക്ക് ഫോക്കസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ കണ്ടന്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 10 ദിവസം ആക്കാം. ബാക്കി 10 ദിവസം കറണ്ട് അഫയേഴ്സിന് വയ്ക്കാം. അല്ലെങ്കിൽ അതിൽ 5 ദിവസം എടുത്ത് ആപ്റ്റിറ്റ്യൂഡിന്, 5 ദിവസം എടുത്ത് റീസണിങ്ങിന് വയ്ക്കാം. അങ്ങനെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച രീതിയിലേക്ക് ഈ പ്ലാൻ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ ജോഗ്രഫിയും അത്യാവശ്യം സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ടയർ 1, ടയർ 2 ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അതിന് തക്കതായ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഒരു ഓൺലൈൻ ബാച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ CGLൻ്റെ സെലക്ഷൻ ബാച്ച് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എക്സാം ആയതുകൊണ്ട്
ആ ബാച്ച് ഇപ്പോൾ 4499 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ മിസ്സായിട്ടുള്ള പോർഷൻസ് കണ്ട് ടയർ 1 ടയർ 2 ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്, റിവിഷൻ പ്ലസ് പ്രാക്ടീസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ നോക്കേണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ബാച്ചല്ല ജോയിൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഒരു ബാച്ചാണ് SSC CGLന്റെ മാസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് ടയർ 1 ഓറിയൻറ്റഡ് ആയിരിക്കും കേട്ടോ. ടയർ 1 ടയർ 2 പോലെ സെലക്ഷൻ ബാച്ച് പോലെ ആയിരിക്കില്ല. അതിന് വരുന്ന ഫീസ് നിലവിൽ 1999 രൂപയാണ്. ഇല്ല, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്, നിങ്ങൾ പ്രാക്ടീസ് മാത്രമാണ് നോക്കുന്നെങ്കിൽ, ടയർ 1ന്റെ മാക്സിമം PYQ പ്രാക്ടീസ് ആണ് അടുത്ത 50 ദിവസത്തിൽ നോക്കുന്നെങ്കിൽ, ഒരു 45 ദിവസത്തിൽ മാക്സിമം PYQ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പോകുന്ന PYQ ക്രാഷ് ബാച്ച് ഉണ്ട്. അതിന് 999 രൂപ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റിനനുസരിച്ച് മാത്രം നിങ്ങൾ ഇതിൽ ഏതാ ആവശ്യങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് ഈ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, 8714418777. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ പോയിട്ട് ഇഷ്ടമുള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 3 ബാച്ചുമാണ് നിലവിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അടുത്ത ആഴ്ച ഞാൻ സെൻസസ് 2011 ഒരു 1-2 ദിവസം കൊടുത്തിട്ടുണ്ട്. സെൻസസ് നമുക്കറിയാം ഉറപ്പായിട്ടും ചോദിക്കും. 2027 സെൻസസ് നടക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുവരെ നമുക്ക് 2015 സെൻസസ് ആയിരിക്കും. ഒരു അഷുറൻസ് കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം, പരീക്ഷയ്ക്ക് മുന്നേ സെൻസസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം, ഒരു 2-3 മണിക്കൂറിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഹെൽപ്ഫുൾ ആകുന്ന, നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ക്ലാസിക്കൽ ഡാൻസസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്സിൻ്റെ വീഡിയോ ഇല്ലേ, അതുപോലെ തന്നെ അത്രത്തോളം തന്നെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ. ആ ഒരു അഷുറൻസ് ഞാൻ തരാം. വീണ്ടും ഹിസ്റ്ററിയിലേക്ക് വരുന്നു. ഏൻഷ്യൻ്റ് തീർത്തു വെച്ചു, നമ്മൾ മിഡീവൽ തുടങ്ങുന്നു, ഡൽഹി സുൽത്താനായിട്ട് പോകുന്നു, നമ്മൾ പാരലലി ബയോളജി പഠിക്കുന്നുണ്ട്. ആ ബയോളജി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. മോഷൻ, ഫോഴ്സ്, വർക്ക്, എനർജി, പവർ എന്ന് പറയുന്ന ഫിസിക്സ് എടുക്കുകയാണ്. ആ ആഴ്ച നമ്മുടെ ഫോക്കസ് കറണ്ട് അഫെയർസ് ആണ്. ഓക്കെ, കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, ഈ പ്ലാൻ അതുപോലെ ഫോക്കസ് ചെയ്യാനായിട്ട് ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്താണോ നിങ്ങളുടെ വീക്ക് ഏരിയാസ്, എന്താണോ സ്ട്രോങ് ഏരിയാസ്, അതൊന്ന് മാറ്റി എഴുതി 2-3 മണിക്കൂറിൽ പ്ലാൻ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ, എനിക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. റാൻഡമായിട്ട് എന്തെങ്കിലും പഠിച്ചു പോകരുത്. ഓരോ ദിവസം കഴിയുമ്പോഴും ടിക്കിടാൻ, ഓരോ ദിവസം രാവിലെ ടാർഗറ്റ് മാർക്ക് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാകണം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ചോദ്യങ്ങൾ റിപ്പീറ്റ് അടിച്ചു വരുന്നത്. ബേസിക്സ് ഓഫ് എക്കണോമിക്സ്, മണി ആൻഡ് ബാങ്കിങ്, ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ പ്രധാനപ്പെട്ട 3 സെക്ടേഴ്സ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ്, ഇതൊക്കെ തന്നെയാണ് വീണ്ടും 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 മാറി വരുന്നത്. അതിൻ്റെ കൂടെ പാരലലി നമ്മൾ എന്ത് പോകുന്നുണ്ട്, ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഏരിയാസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരാഴ്ച നമുക്ക് വരുന്നത് സ്റ്റാറ്റിക് GK ആയിരിക്കും. എഗെയിൻ നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ മോഡേൺ ഇന്ത്യക്കും ഒരു 4-5 ദിവസത്തെ ക്ലാസ്സുകളൂടെ വച്ചിട്ട്, റിവിഷൻ ഏരിയാസ് കൂടെ വച്ചിട്ട്, ഞാൻ അവസാനത്തെ 2-3 ദിവസം കംപ്ലീറ്റ് റിവിഷൻ എന്നാണ് പറയുന്നത്. എന്താണോ പെൻഡിങ് ഉള്ളത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവിഷൻ. അപ്പോൾ ഇത്രയും ആഴ്ച റിവൈസ് ചെയ്ത് പ്രോപ്പറായി പോയത് കൊണ്ട് ഫൈനലി ഈ ഒരു റിവിഷൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഓഗസ്റ്റ് 13-നല്ല നിങ്ങൾക്ക് പരീക്ഷ വരുന്നത്, അതെന്നാകട്ടെ 15, 18, 20 ആകട്ടെ, ഈ ഒരു സമയം കൊണ്ട് അത്യാവശ്യം നല്ലപോലെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് മോക്കെടുക്കാനും കംപ്ലീറ്റ് റിവിഷനും വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ 50 ദിവസത്തിൽ, ആ ദിവസത്തിൽ തന്നിട്ടുള്ള 50x3, ഒന്നുകിൽ സയൻസിലെ അല്ലെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സിലെ അല്ലെങ്കിൽ കറണ്ട് അഫെയർസിലെ സ്റ്റാറ്റിക് GKയിലെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ പെൻഡിങ് ഏരിയ, പെൻഡിങ് എന്നൊന്ന് ചുവന്ന കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ അവസാനത്തെ ദിവസങ്ങളിൽ അത് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് സ്വയം ഒരു പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നോക്കുക. എന്താണോ നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത് അത് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം GKയുടെ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് GK സിംപ്ലിഫൈഡ് ആണ്. ഞാൻ GK സിംപ്ലിഫൈഡിലും ഈ ഒരു 50 ഡേയ്സ് പ്ലാൻ ഷെയർ ചെയ്യാം കേട്ടോ. GK സിംപ്ലിഫൈഡിലും ഈ ഒരു 50 ഡേയ്സ് പ്ലാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് GKയുടെ ടെലഗ്രാം ഗ്രൂപ്പിന് ഡൗട്ട് ചോദിക്കാം. ഇത് കൂടാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വരുത്തുക. നല്ലപോലെ പഠിക്കുക. നമ്മുടെ മുന്നിൽ സമയം കുറവാണ്. ടയർ 1 അടിപൊളിയായിട്ട് കടന്നു പോകട്ടെ. ടയർ 1-നകത്ത് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ടയർ 2 എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആവില്ല എന്നുള്ളത് നമുക്കറിയാം. യെസ്, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. GKയുടെ ഒരു സ്റ്റഡി പ്ലാൻ കൂടെ, ഓൾറെഡി ഹൗ ടു മേക്ക് എ സ്റ്റഡി പ്ലാൻ എന്നൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. അതിന് പുറമെയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിൽ എല്ലാവരോടും പറയാറുണ്ട്, നമ്മളിങ്ങനെ വിലയൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ചോറും കറിയും വിളമ്പി തന്നു. അപ്പോൾ ചില ആളുകൾ പറയും ഞാൻ കഴിക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഉരുളിയാക്കിയിട്ട് കറിയിലൊക്കെ മുക്കി വെച്ചു, എന്നാലും കഴിക്കില്ല. അപ്പോൾ ഈ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു ഉരുള എടുത്ത് നിങ്ങളുടെ വായിലേക്ക് വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ആക്ച്വലി ആ ഉരുള ചവച്ചിറക്കുന്ന പണി മാത്രമേ ഉള്ളൂ.
അപ്പോൾ അത് ആ ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമെന്ന് വിശ്വസിക്കുന്നു. ഈവൻ ഇഫ് യു ആർ എ ബിഗിനർ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല കോൺഫിഡൻസിൽ നിങ്ങളുടെ ആദ്യ അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. നല്ലപോലെ പഠിക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.